നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 43 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് പുതിയൊരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഇതിനായിട്ടുള്ള പ്രീമിയം തുക പൂർണ്ണമായിട്ടും സർക്കാർ വഹിക്കുമെന്നും വിദ്യാർത്ഥികൾ ഇതിനായിട്ട് പണം അടയ്ക്കേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ടാണ് പദ്ധതി ഏകോപിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ നേരിട്ടുള്ള മേൽനോട്ടമുള്ളതിനാൽ തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് വേഗത്തിൽ തീർപ്പാക്കാനും മികച്ച സേവന നിലവാരം ഉറപ്പാക്കാനും സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ മൂലം ഒരു കുട്ടിക്ക് ചികിത്സ മുടങ്ങുമെന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ ഈ ഒരു പദ്ധതിക്ക് രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. അപകടത്തിൽ വിദ്യാർത്ഥി മരണപ്പെട്ടാലോ പൂർണ്ണമായ അംഗവൈകല്യം സംഭവിച്ചാലോ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. കൂടാതെ അപകടത്തിലെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ 75,000 രൂപ വരെ ചികിത്സാ ചെലവും ലഭ്യമാകും. അസ്ഥിത്വ ഭംഗം, അതിനു പുറമെ വൈദ്യുതാഘാതം, പൊള്ളൽ, മൃഗങ്ങളുടെയോ പാമ്പിന്റെയോ കടിയേറ്റുള്ള പരിക്കുകൾ, അതിനോടൊപ്പം തന്നെ ഭക്ഷ്യ വിഷബാധ തുടങ്ങിയ സാഹചര്യങ്ങൾ 5,000 രൂപ അടിയന്തര ചികിത്സാ സഹായമായി നൽകുമെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ചിലർക്ക് ലഭിക്കേണ്ട തുകയിൽ 200 രൂപ മുതൽ 500 രൂപ വരെ കുറവ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് ലഭിക്കാത്തത് മൂലമാണ്. ബാക്കി തുക ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ആവുന്നത്. നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ നമുക്ക് മുഴുവൻ തുകയും കൈകളിലേക്ക് എത്തുകയുള്ളൂ. അതിനാൽ തന്നെ അടുത്തുള്ള ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസും ആധാർ ലിങ്കിങ് സ്റ്റാറ്റസും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതോടുകൂടെ ഡെയിലി അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.